അകലക്കിനാവിൻ്റെ ഉമ്മറത്തെന്നമ്മ അരികെ വായെന്നോതി മാടി വിളിക്കവേ അതു കെട്ടൊരടിയും ചരിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി തിരികെട്ടുപോയ വിളക്കിൻ്റെ മുമ്പിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ തിരികെട്ടുപോയ വിളക്കിൻ്റെ മുമ്പിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ ഉരുകുന്നു മരുവിൻ്റെ നെഞ്ചിലെ അഗ്നിയിൽ ഉള്ളിലെ കനവുമെന്നായൊരാരോഗ്യവും ഉരുകുന്നു മരുവിൻ്റെ നെഞ്ചിലെ അഗ്നിയിൽ ഉള്ളിലെ കനവുമെൻ ആയുരാരോഗ്യവും ഉള്ളിലെ കനവുമെൻ ആയുരാരോഗ്യവും മാറുന്ന കാലത്തിലേറും പരിഷ്കൃതി പേറുന്ന നീറുന്ന കോറിയ ചിത്രങ്ങളോർത്ത് ഞാൻ നിൽക്കവേ ചാറിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ കോറിയ ചിത്രങ്ങളോർത്ത് ഞാൻ നിൽക്കവേ ചാറിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ ചാറിയ മിഴിനീരിനർത്ഥമാരറിയുവാൻ. ഇത് നമ്മുടെ റിയാസ്, നാഗപ്പറമ്പിൽ റിയാസ്. നാഗപ്പറമ്പിൽ റിയാസിന് ഒരു ചെറിയതല്ലാത്തൊരു അപകടം സംഭവിച്ചു. ഇപ്പോൾ എത്ര വർഷമായി അപകടം സംഭവിച്ചിട്ട്? 17 വർഷമായി. 17 വർഷമായി കഴിഞ്ഞു. 17 വർഷം കഴിഞ്ഞു. അപ്പോൾ ഏത് സാഹചര്യത്തിലായിരുന്നു ഇത് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ബഹ്റൈനിൽ നിന്ന് വന്ന സമയത്താ? ഞാൻ ഈ ഗൾഫിലായിരുന്നു 5 കൊല്ലത്തോളം. നാട്ടിൽ വന്നതിന് ശേഷമാണ് 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആക്സിഡൻ്റ് ആവുന്നത്. ആ 3 ആഴ്ചൻ്റെ ഇടയിലൊരു കല്യാണ നിശ്ചയവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം, അതായത് ബഹ്റൈനിൽ നിന്ന് വന്നിട്ട് കല്യാണാലോചനയൊക്കെ നടന്ന് കല്യാണ നിശ്ചയം നടന്നു. അതിനുശേഷം കല്യാണ നിശ്ചയം എത്ര ദിവസം കഴിഞ്ഞിട്ട്? 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിത് സംഭവിക്കുന്നത്. ഈ സംഭവം സംഭവിച്ചതിന് ശേഷം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവരോട് സംസാരിക്കുകയും പിന്നെ അവരോട് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഫസ്റ്റിൽ അപകടം ചെങ്ങോട്ടാവുന്ന സംഭവിച്ചല്ലേ? അതെ അല്ലേ, ചെങ്ങോട്ടാവുന്ന അപകടം സംഭവിച്ചതിന് ശേഷം പിന്നീട് കുറച്ച് ദിവസം ബോധമില്ലായിരുന്നു അല്ലേ? 10-23 ദിവസം എനിക്കൊരു ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതെ അതെ അല്ലേ? പിന്നീട് ആ സമയത്ത് ബേബിയിലായിരുന്നു. അതെ, റോഡ് വന്ന് കിട്ടിയവര് ബേബിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് പിന്നെ ബേബിയിൽ നിന്ന് ബോധമൊക്കെ വന്ന് ഒരു ലേശം നോർമൽ സുഖമായി എന്നല്ല, ഒരു ലേശം ഒരു ബോധമൊക്കെ വന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് കോളേജിലേക്ക് മാറ്റി. അപ്പോൾ കോളേജിൽ എത്ര കാലം കിടന്ന്? കോളേജിൽ 1 കൊല്ലം തേച്ച് 3 മാസം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും പിന്നെ 9 മാസം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും. അതായത് 1 വർഷം ശരിക്കും ഹോസ്പിറ്റലിൽ. ഇവിടുന്ന് അന്ന് പോയ പോക്കിന് ചെങ്ങോട്ടാവുന്ന ഒരു അപകടം സംഭവിച്ചിട്ട് ഓർമ്മയുണ്ട്. പിന്നെ 23 ദിവസം കഴിഞ്ഞിട്ട് ബോധം വന്നു. ആ സമയത്ത് നമ്മൾ ബേബി ഹോസ്പിറ്റലാണുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബേബി ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ മാറ്റി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ 9 മാസം കണ്ടിന്യൂ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു അല്ലേ? ആ കാലയളവിൽ നമ്മുടെ റിയാസിനെ സംബന്ധിച്ച സാമ്പത്തികമായ ഒരു വലിയൊരു ചുറ്റുപാടുള്ളൊരു കുടുംബത്തിലുള്ളതല്ല. നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരനായ ഒരു സാധാരണ ഒരു പ്രവാസിയിൽ മാത്രമേ ഉള്ളൂ. അതായത് ഒരു സമ്പത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുമില്ല, പാരമ്പര്യ സ്വത്തായിട്ടൊന്നും കയ്യിലില്ലതാണ്. ആ ഒരു അവസ്ഥയിൽ റിയാസിന്റെ ചികിത്സാ സഹായങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അന്നേരം എന്താ പറയുക, കാണാൻ വരുന്നവരൊക്കെ എന്തെങ്കിലും മാമന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് കഴിഞ്ഞു കൂടി പോയത്. അന്നേരം ഹോസ്പിറ്റലിലെ ചെലവും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെ അമ്മോന് എല്ലാവരോടും കാണുന്ന നാട്ടുകാരൊക്കെ ഇടപെട്ട് നമ്മളെ നാടിന്റെ ഒരു ഗുണമാണത്. ഒരു വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കും നമ്മളെ നാട്ടുകാർ. അത് ആർക്കായാലും ശരി, അത് നാട്ടിലുള്ള ഏത് സാധാരണക്കാരനായാലും ശരി,
ഏത് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളായ ശരി, അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് വളരെ നല്ല നാടാണ്, നമുക്ക് എപ്പോഴും അഭിമാനത്തോട് തീർച്ചയായിട്ടും പറയാൻ മാത്രമുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു സൗഹൃദം കൂടിയാണ്. അതിനുശേഷം ബേബി മെമ്മോറിയലിൽ ഒരു 3 മാസം കിടന്നാൽ എന്താണ് ചിലവ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പാൻ്റെ പിന്നെ ചെറിയൊരു വസ്തു ഒക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട്. അതൊക്കെ കൊടുത്തു അന്നേരം ഒഴിവാക്കിയതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അതെ, അതും പിന്നെ നാട്ടുകാർ സഹായിച്ചത് എല്ലാം കൂടി. പിന്നെ അവിടെ ഒരു പ്രൈവറ്റ് ചികിത്സ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. സത്യമായിട്ട് അതാണ് സംഭവിച്ചത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പക്ഷേ മെഡിക്കൽ കോളേജിൽ നിന്ന് കംപ്ലീറ്റ് നല്ല സപ്പോർട്ടൊക്കെ കിട്ടി. സപ്പോർട്ട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും മാത്രമേ ഇതിനുള്ളൂ. നട്ടെല്ല് തകർന്ന നേരത്ത് ഫിസിയോതെറാപ്പിയും അത് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇപ്പം നിലവിലൊരു ചികിത്സ എന്നല്ല, നമുക്ക് ഇപ്പം ആദ്യമായിട്ട് കിടന്നിരുന്ന് ഇരിക്കാൻ പറ്റില്ല. പിന്നെന്ന് പറഞ്ഞാൽ അതാദ്യം കുറച്ച് കാലം ഇരുന്ന് നോക്കും, പിന്നെ കാല് തൂക്കിയിട്ടിരിക്കാൻ നോക്കും, പിന്നെ അത് നീങ്ങിയിട്ട് വീൽ ചെയറിൽ നമുക്ക് കയറാനും വീൽ ചെയറിൽ നിന്ന് ഇടയിൽ അകത്തു തന്നെ തിന്നളിക്കാനൊക്കെ നോക്കാനത് പറ്റുള്ളൂ. പിന്നെ എനിക്ക് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അൽഹംദുലില്ലാ ഇന്ന് ഇപ്പോൾ ഒരു സ്പോർട്സ് അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് താരമായി മാറി. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് നമ്മളെ സാവാടിയൊക്കെ ആയിരുന്നൊരു മെമ്പർ, അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, സഹായങ്ങളൊക്കെ. അതെ, അവരൊക്കെ മുന്നിൽ നിർന്നിട്ട് സെറീന, അതായത് അതെ അവരൊക്കെ നന്നായി ഇടപെട്ട് നമുക്കൊരു വണ്ടിയൊക്കെ പാസ്സാക്കി തന്നു. അങ്ങനെയാണ് ഞാൻ ഈ മുറ്റത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതെ, അതായത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് ആദ്യമായിട്ടൊരു വണ്ടി സംഘടിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് ആദ്യം മുറ്റത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. അതെ, അല്ലേ? അതുവരെ ഇവിടെ ഒരു ശ്വാസം മുട്ടിയ ജീവിതാവസ്ഥയിലായിരുന്നു. അതെ, അതൊരു വലിയ ഗുണം തന്നെയാണ്. അതിനുശേഷം പിന്നെ ഞാൻ എപ്പോഴും പുറത്തു തന്നെയാണ് അധികം. പിന്നെ അതിനുശേഷം കൂടുതൽ ഈ അവസ്ഥയിലുള്ളവർക്ക് കൂടുതൽ ഈ ഇരുന്നൂടെ ഒരു ഉറച്ചെടുത്ത് ഇരിക്കാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും ഒരു കുഷ്യനില്ലാണ്ട് ഇരിക്കാൻ കൂടുതൽ നേരം ഇരിക്കണം. കിടക്കപ്പുണ്ണ് എന്ന് പറഞ്ഞ സാധനം വരും. അതിപ്പോൾ 10 മാസമായിട്ട് ഞാനത് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പഞ്ചാബ് വരെ പോയി. അവിടെ നിന്നെല്ലാം മറ്റേ നമ്മളിപ്പോൾ ഈ നട്ടല് കാരണവർക്ക് അവർ ചെയ്യുന്ന സേവനമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി ഒരു 6 മാസം കിടന്നപ്പോൾ ഇറച്ചി കൂടി വന്നതെന്നല്ലാതെ തൊലി ശരീരത്തിന് തൊലി അവിടെ കട്ടിയായില്ല. കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമുക്കറിയുന്നൊരു എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് 4 സർജറി ചെയ്തിട്ട് കിടന്നിട്ട് പൊട്ടിയിട്ട് 4 സർജറി ചെയ്തിട്ട്. അന്നേരം പരിചയമുള്ള ഡോക്ടർ ഇപ്പോൾ സിബി പുന്നൂസ് എന്ന് പറയും, മൂപ്പര് ഇവിടെ ഉള്ളത് സാഗറിന് ഹോസ്പിറ്റലിൽ. ഞാൻ ഈ വാട്സപ്പിൽ ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കാണും. കുഴപ്പമില്ല റിയാസേ, നീങ്ങി പോരി. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലാകെ 2,000-3,000 ഉറുപ്പിക ഉള്ളൂ, അതെൻ്റെ ചിലവിനേ ചെയ്യുള്ളൂ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീങ്ങി പോരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 10,000-60,000 ഉറുപ്പിൻ്റെ ഓപ്പറേഷൻ കാണാൻ എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ ഈ അപകടം സംഭവിച്ച സമയത്ത് 10-15 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാനത് അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഷെഡിലായിരുന്നു താമസം. അന്ന് ഇവിടെ തറയും കുറച്ച് ചുമര് പൊന്തിച്ച് കെട്ടിയിട്ടുള്ളൂ. അന്നേരമാണ് നമ്മൾ തവക്കൽ ജമാൽക്ക വന്നിട്ട്, ജമാൽക്ക് ജമാൽക്കുരിക്കളും പിന്നെ ഇവിടെ ചുറ്റുപാട്ടത്തുള്ള എല്ലാവരും സുഹൃത്തുക്കളൊക്കെ അന്ന് എന്നെ കാണാൻ ഇവിടെ വന്ന് ഇവിടുന്ന് എന്നോട് പിന്നെ റിയാസ് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നിനക്ക് വേണ്ടി ഒരു സ്ഥലവും വീടും നിനക്ക് ഷെഡിൽ കിടന്നാൽ ശരിയാവില്ല എന്നൊക്കെ ഒരു നല്ല എന്താ പറയുക പടച്ചോൻ അയച്ച പോലെ തന്നെയാണ് എനിക്കന്നൊരു തോന്നിയത്. ഞാൻ പറഞ്ഞു കാണുന്ന തറ, ആ ഷെഡിൽ കിടന്ന് ആ കാണുന്ന തറയും ആ ചുവരൊക്കെ ഞാൻ എന്നോട് ആവുന്നുള്ള കാലത്ത് ആക്കിയതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അനിയന്മാരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, എനിക്ക് എന്നെ ഒന്ന് എടുത്ത് വെക്കാനൊക്കെ അവരുണ്ടാവണം. അതുകൊണ്ട് പിന്നെ അവരുടെ ജീവിതവും അവരൊന്നും പച്ച പിടിക്കാനായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്തു തരുന്നത് ഈ കെട്ടിയ തറൻ്റെ മുകളിൽ തന്നെ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു. പിന്നെ ഈ മറ്റേ നമ്മുടെ മൂത്ത കാരണവർക്ക് നൽകേണ്ട അവകാശം വരെ നൽകിയിട്ടാണ് അതെ അവര് നൽകിയതിന് ശേഷമാണ് ബാക്കിയുള്ള പണി ഇവിടെ ഈ വീട് ഇത്രയും രൂപത്തിലാക്കി ചെയ്ത് തീർത്ത്.
ജമാൽ കുരിക്കൽക്കും അദ്ദേഹത്തിന്റെ മകൻ നൗഫൽ ജമാലിനൊക്കെ നല്ല പങ്കുണ്ടാക്കാൻ. തീർച്ചയായിട്ടും അത് അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം. അതിന് പിറകിലുണ്ടായ ഒരുപാട് ആൾക്കാർ ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ അവർക്കൊക്കെ പഠിച്ചോനെ. പക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇത് എടുത്തു പറയാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ഇത് ചെയ്തത്. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതെ അതെ, അയാൾ ഉദ്ദേശിച്ച അർഹമായ പ്രതിഫലം അള്ളാഹു അയാൾക്ക് കൊടുക്കട്ടെ. ഇത് പറയുന്നതുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കട്ടെ. അതിന് ശേഷം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് പാലിയേറ്റീവ് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഒന്ന് നമുക്ക് എടുത്ത് പറയാം. ആദ്യം എൻ്റെ അടുത്ത് വന്നത് പയ്യോളിലെ ശാന്തി, അവിടുത്തെ നമ്മളെ രവിയേട്ടൻ ഒക്കെയാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് എന്താണ് വേണ്ടത്, മരുന്ന് വേണം, ഗുളിക വേണ്ടത്, മരുന്ന് മരുന്ന് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആളെ കൊണ്ട് ചെയ്തു തന്നു. പിന്നെ അവർ നമ്മളെപ്പോലുള്ളവർക്ക് ഒരു സംഗമം വെച്ചു. അന്നേരം ഒരുപാട് എന്നെപ്പോലത്തെ ആൾക്കാരെ നമ്മൾ കണ്ടു. കണ്ടതിൽ നമ്മളെപ്പോലെ കിടക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് നമുക്കൊന്നുമില്ലാന്ന് തോന്നുന്ന അവസ്ഥയിലുള്ള ആൾക്കാർ വരെ അവിടെ കണ്ടു. പിന്നെ കൊയിലാണ്ടി നെസ്റ്റ്, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഞാൻ ഇന്നും അവിടെ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഗുളികയും മരുന്നൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. കൊയിലാണ്ടി നെസ്റ്റ് എനിക്ക് 3-4 കൊല്ലം അവിടെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പുറത്ത് ചെയ്യണമെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. എന്നാലും ഇപ്പോഴും അവർ അവിടെ ചെന്നാൽ നല്ല ഒരു ദൃഢമായ ബന്ധമാണ്. ഇവിടെ മൊത്തമുള്ള പാലിറ്റീവും ആയിട്ട് എനിക്കുള്ളത്. സ്പോർട്സ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കോഴിക്കോട് ജില്ലേൻ്റെ പുറത്തും എനിക്ക് അതിനുശേഷം പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ സജീവമായി. ഫേസ്ബുക്കും വാട്സപ്പൊക്കെ പിന്നെ വന്നു. ഫേസ്ബുക്കിലൂടെയാണ് ഞങ്ങൾ ഈ കേരളത്തിൽ മൊത്തമുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ തമ്മിൽ അറിയുന്നത്. അപ്പോൾ ഓരോരുത്തർ അറിയുന്നവരെ ഓരോരുത്തർ അങ്ങനെ മലപ്പുറത്ത് ഒരുപാട് വലിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു റയീസ് എന്ന് പറഞ്ഞ കൂട്ടുകാരനുണ്ട്. അവന് കഴുത്ത് മാത്രമേ അനക്കുള്ളൂ. പക്ഷെ അവന് ചെയ്യുന്നൊന്നും ഞാനല്ല ഒരു നീണ്ട് നടക്കുന്ന ആൾക്കാരും ഇതിനെക്കാട്ടിയും അതിശയപ്പെട്ടു വന്ന രൂപത്തിലാണ്. അവൻ്റെ എപ്പോഴും അവൻ്റെ പ്രവർത്തനങ്ങളും അവന് നൽകുന്ന സ്പീച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചതാണ്, പിന്നെ റിയാസെ, നീ വീൽ ചെയറിൽ സ്പോർട്സിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ? നമ്മൾ ഇങ്ങനൊരു എറണാകുളം ബേസ് ചെയ്ത ഇൻട്രസ്റ്റ് ആദ്യം വന്നത് ഇവനിൽ നിന്നാണ്. അവൻ ചോദിച്ചതിന് ശേഷമാണ്. റയീസ് ഹിദായ. അതെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കളിക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റി ചിന്തിച്ചത്. കാരണം മുമ്പ് ഈ ബീച്ചിലും കാര്യങ്ങൾക്കും നാട്ടിലുള്ളവർക്ക് എല്ലാം അറിയാം. ബാറ്റും സ്റ്റെമ്പെല്ലാം എടുത്ത് പോയിട്ട് കളിക്കാൻ ഇതാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ ആ ഇൻട്രസ്റ്റ് ഒക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നു. അന്നേരം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പം 10 മാസം ഒരേ കിടപ്പ് കിടന്നുകൊണ്ട് എനിക്ക് കൂടുതൽ വിഷമമുണ്ട് പോകാനും വരാനൊക്കെ. അതിനിപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഗുളിക കുടിച്ചിട്ട് കുറച്ച് റിക്കവറായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ആ ഷെഡിൽ കിടക്കുമ്പം കാട്ടുകണ്ടി കുഞ്ഞാൾക്കാന്ന് പറയും, തൊറശ്ശേരി കടവ് കുഞ്ഞബ്ദുള്ളക്ക. അദ്ദേഹമാണ് എനിക്ക് നമ്മളെപ്പോലുള്ളൊരു എന്താണ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് അവരെ മകനെ എൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് മൂപ്പര് പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കത്ത് ചെയ്തു അല്ല ഈ തൊറശ്ശേരി കടന്ന് കത്ത് ചെയ്തു എനിക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറുപടി അങ്ങോട്ട്. അങ്ങനെയാണ് എഴുത്ത് നമ്മളൊരു ഇതാക്കിയത്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് പഠിക്കാൻ. ഞാനിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അതുവഴി പോകുന്നവരോ കാലടുത്ത് കയറിയിട്ട് എന്തെങ്കിലും കുടിക്കാനുള്ള കുടിച്ച് പറയാനുള്ള ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും വരികയും ചെയ്യുള്ളൂ. ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്ന പോസ്റ്റുകൾ കണ്ടാൽ എന്താ പറയുക, വായിച്ചാൽ ഒരുപാട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാലയളവിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോയി. പിന്നീട് അന്നേരം നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ ഏകദേശം ഒരു തകർന്നൊരു കണ്ടീഷനാണ് ഉണ്ടാകുക മാനസികമായിട്ട്. തീർച്ചയായിട്ടും നമ്മളൊരു ഒരു കരിക്ക് പോലത്തെ ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഭാവി ഒരുപാട് നമുക്ക് ജീവിക്കാൻ ബാക്കിയുള്ളതാണ്. ഈ ഒരു അവസ്ഥയിൽ ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു ബോധം നമുക്ക് എന്തായാലും വന്നിരിക്കുമല്ലോ. നമ്മുടെ ശരീരത്തിൽ ഒരു ഇതുണ്ടാവുമല്ലോ. തീർച്ചയായും. അതിന് ശേഷം ഞാനിപ്പോൾ വണ്ടി കിട്ടിയതിന് ശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് തോന്നി. അതിന് ശേഷമാണ് ഞാനിപ്പോഴും കോട്ടൺ വേസ്റ്റ് ഞാനിപ്പോഴും എന്നും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ കോട്ടൺ വേസ്റ്റിൻ്റെ കച്ചവടം ചെയ്തിട്ടാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ
അതായത് കോട്ടൺ വേസ്റ്റിലാണ് ഒരു ജോലി എന്നുള്ള നിലക്ക് ഒരു സാധ്യത കിട്ടിയത് അല്ലേ? അപ്പോൾ കോട്ടൺ വേസ്റ്റ് ഇവിടുന്ന് പുറത്ത് കൊണ്ടുവരും, ചെറിയ പാക്കുകളിലാക്കും, ചെറിയ ചെറിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് വിറ്റ് ഓട്ടോമൊബൈൽ ഷോപ്പിൽ കൊണ്ടു കൊടുത്തിട്ടാണ് നമ്മൾ പിന്നീട് കുറെ ആളുകളുടെയും കുറെ ചാരിറ്റി സെന്ററിന്റെയും കുറെ പ്രവർത്തകന്മാരുടെയും ഒക്കെ സഹായങ്ങളൊക്കെ ഇങ്ങനെ ലഭിച്ചുകൊണ്ട് വന്ന് തീർച്ചയായിട്ടും എന്നാലും സ്വന്തമായ ഒരു തൊഴിലുണ്ടാകുക എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു. തീർച്ചയായിട്ടും നമ്മളെ ഒരാവശ്യത്തിന് മറ്റുള്ളവരെ ഒരു ആശ്രയിക്കും കൂടുതൽ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പൊ നമ്മളാലാവുന്നത് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം എനിക്ക് വിഷമം എന്തായാലും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ പരീക്ഷണമാണ് തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും ഒരു ഹൈർ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാവും. അതിന്റെ കാര്യം അത്രയേ ഉള്ളൂ. അപ്പോൾ റിയാസ് ആ കാലത്തൊന്നും കല്യാണം കഴിച്ചിട്ടില്ല ഈ പറയുന്ന സമയത്തൊന്നും ഇല്ല. അപ്പൊ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? ഇപ്പം അല്ല, അവിടുന്ന് ആക്സിഡന്റ് ആയി കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോഴാണ് കല്യാണം ചിന്തിച്ചത്. കല്യാണം. അപ്പൊ അതിന് പറ്റിയൊരു വധുവിനെ നിങ്ങളെ അംഗീകരിക്കാനും നിങ്ങളുടെ ഈ ശാരീരിക പ്രശ്നങ്ങളൊക്കെ നേർക്ക് നേരെ അറിഞ്ഞിട്ടുള്ള ആളാണോ ഈ വധു? നിങ്ങൾക്ക് ആലോചന വന്നത്? അതെ, എൻ്റെ അനുജന്മാരുടെ കല്യാണം ഒരുമിച്ച് അവിടെ നടന്നത്. അപ്പം അതിൽ കാപ്പാടുന്ന ഒരാൾ കെട്ടിയത്. അവരുടെ കൂടെ വന്ന ഒരു കുട്ടിയാണ്. ഞാൻ എൻ്റെ ഭാര്യനോട് പോയി ചോദിച്ചു, ഇങ്ങനെ ഒരാളുണ്ട്, നീ നോക്കുമോ ഇതാക്കുന്നോ? അപ്പോൾ അവള് എൻ്റെ അനുജൻ്റെ ഭാര്യ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി ചോദിച്ചതാ. അപ്പം അവർ സമ്മതാന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണ് കാണുന്ന പരിപാടിക്ക് നമ്മളങ്ങോട്ട് അനുജനും കാര്യങ്ങളൊക്കെ, അനുജനും അമ്മോനും ജ്യേഷ്ഠനൊക്കെ പോയിട്ട് അവരെ കണ്ടു, അവരോട് സംസാരിച്ചു. അങ്ങനെ പെണ്ണ് കാണുന്ന പരിപാടി ഇവിടെ വന്നിട്ടാണ്, നാത്തുമാരും അവളൊക്കെ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ കണ്ടതും സംസാരിച്ചതും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയത്. അതെ, പൂർണ്ണമായ ഒരു സന്തോഷത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും. അൽഹംദുലില്ലാഹ്, അതൊരു ഹൈർ, അതൊരു നല്ല കാര്യം തന്നെ. ഈ 10 മാസം ഞാനിപ്പോൾ അവിടെ പോയി കിടന്നല്ലോ. ആദ്യത്തെ കാലത്ത് ഞാൻ വീൽ ചെയറിലിരിക്കുന്നതിന് മുമ്പേ ഉമ്മാമാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മൂത്രം മലമൊക്കെ. ഇപ്പം ഈ 10 മാസം ഞാൻ പോയി കിടന്ന സമയത്ത് എൻ്റെ ഭാര്യയാണ് എനിക്ക് ചെയ്തത്. അതിനൊന്നും ഒരു അർപ്പോ വെറുപ്പോ ഇല്ലാത്തൊരു. അതെ, അൽഹംദുലില്ലാഹ്, അതൊരു നല്ല കാര്യം തന്നെയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പുണ്യം. അതെ, അതിപ്പോൾ ആണുങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം പെണ്ണുങ്ങൾക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. അതിനുള്ള മനസ്സും ഉറപ്പും കാര്യങ്ങളൊക്കെ ഓലിക്കുന്നുണ്ട്. അത് സമ്മതിക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഒരു ഭാര്യനെ കിട്ടി തന്നെ നിങ്ങൾ വളരെ അൽഹംദുലില്ലാഹ്, തീർച്ചയായിട്ടും. അത് അവർക്കും അള്ളാഹു അവർക്കും നിങ്ങൾക്കും എല്ലാം പ്രാർത്ഥന എപ്പോഴും ഒരു നല്ല ദാമ്പത്യ ജീവിതവും നല്ലൊരു സന്തോഷവും ഒക്കെ കിട്ടട്ടെ. ഏഹത്തിലും പരത്തിലും അവർക്ക് നിങ്ങൾക്കും അതൊരു ഉപകാരപ്പെടട്ടെ. തീർച്ചയായിട്ടും. റിയാസ് ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന വീൽ ചെയർ സ്പോർട്സ് രംഗത്ത് അറിയപ്പെടുന്ന ഒരു താരമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്തിന് അതൊരു വലിയ അഭിമാനം കൂടിയാണ്. കാരണം റിയാസിൽ നിന്ന് ഈ പ്രദേശത്തുകാരായ ഞങ്ങളും ഇതൊന്നും ഇങ്ങനെ ഒരു സ്പോർട്സ് താരമായി തീരുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. അതിൽ റിയാസിൻ്റെ സ്കില്ല് തന്നെയാണത്. അതായത് സ്വന്തമായ പ്രയത്നവും സ്വന്തമായ കഴിവും സ്വന്തമായ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പും നടത്തിക്കൊണ്ടാണ് റിയാസിന് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാവുമല്ലോ, അതാരാണ് തുറന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ റയീസ് എന്നാണ് തുറന്നത്. റിയാസ് ഏതെല്ലാം മേഖലകളിൽ ഇന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്? ഞാൻ വീൽ ചെയർ ബാസ്കറ്റ്ബോളാണ് എൻ്റെ മെയിൻ. അതിനുശേഷം ഞങ്ങൾ വീൽ ചെയർ ക്രിക്കറ്റ് കളിക്കാൻ പോയി. അതിനുശേഷമാണ് നമ്മൾ റഗ്ബി, കേരളത്തിന് വേണ്ടി റഗ്ബി കളിക്കാൻ പോയപ്പോഴാണ് നമുക്ക് അന്ന് ഏഴ് സംസ്ഥാനങ്ങളുണ്ട്. റഗ്ബി എന്ന് പറഞ്ഞാൽ ബോള് കൊണ്ടുപോയിട്ട് ഇടുന്ന, കൈ കൊണ്ട് ഓടി ഇടുന്നതാണ്. ബ്ലോക്ക് ചെയ്യാൻ ആളുണ്ടാവും. അതാണ് അതിൻ്റെ ഗോള്, കാല് കൊണ്ട് ഗോൾ അടിക്കുന്ന പോലെ കൈ കൊണ്ട് ബോൾ അവിടെ കൊണ്ട് വെക്കുന്ന. വീൽ ചെയർ സ്പോർട്സിൽ മാത്രമേ ഐറ്റംസ് ആണ്. അതെ അതെ, വീൽ ചെയറിലാണ് അതൊക്കെ കളിക്കുന്നത്. അതെ, അതിനാണ് നമുക്ക് കേരളത്തിന് വേണ്ടി കളിച്ചപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതും. അതെ അതെ, വീൽ ചെയർ ബാസ്കറ്റ് കളിച്ചത് അത് ഇപ്പോഴത്തെ തിരുവനന്തപുരത്തെ മറ്റേ ബീഹാറിന്ന് പാറ്റ്നയിലായിരുന്നു ആ കളി കളിച്ചത്. അപ്പോൾ ബീഹാറിൽ അവിടെ പോകാനുള്ള ഒരു ട്രെയിനിങ് ഒക്കെ അവരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയത്. ട്രെയിനിങ് ഒക്കെ ഉണ്ടേ? അതെ, അതിന് ട്രെയിനിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീൽ ചെയർ ബാസ്കറ്റ്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കും, പിന്നെ അത് റഗ്ബി കളിക്കും. പിന്നെ കോച്ച് വന്നാൽ വീൽ ചെയർ ബാസ്കറ്റ്ബോൾ തന്നെ ആയിരിക്കും. അതെ, വീൽ ചെയർ ബാസ്കറ്റ്ബോളിൽ വലിയ നേട്ടങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എന്നാലും നമ്മളിപ്പോഴും
ഏഴാമത്തെ കളി നമ്മൾ സീസണിൽ കളിച്ചിട്ടുണ്ട് ഞാൻ. നമ്മുടെ വാട്സപ്പിൽ കൂട്ടായ്മ വന്നിട്ട് ഒരു ക്രിക്കറ്റ് നമ്മൾ മൈസൂർ ഒരു ടൂർണമെൻറ്റ് വെച്ചു. അത് ഓരോ സ്റ്റേറ്റുകൾ തമ്മിൽ തന്നെ അവിടെ പോയി നമ്മൾ പങ്കെടുത്തു. അത് ആദ്യമായിട്ടായിരുന്നു പങ്കെടുത്തത്. അതെ, അതിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിലും നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എക്സ്പീരിയൻസ് കുറഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ. അപ്പോൾ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്? ഒരുപാട് സ്ഥലങ്ങൾ. ഏതൊക്കെ? ഞാൻ പിന്നെ ആദ്യമായിട്ട് പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട് ചെന്നൈയിൽ അത് വലിയൊരു അനുഭവമായിരുന്നു. നമ്മൾ കൂട്ടുകാരന് അവൻ്റെ കാറിൽ ഞങ്ങൾ നാല് പേര് ബൈക്കിലുള്ള ആൾക്കാരാണ് ആ കാറിൽ പോകുന്നത്. അവന് ബൈക്കിലുള്ള ആളാണ്, അവന് എന്നെ പോലുള്ള ആളാണ്. പക്ഷെ കാറൊക്കെ അത് ഓടിക്കുന്ന രൂപത്തിലാക്കിയിട്ട് റബി എന്ന് പറയും. അവന് വരമ്പനാല മലപ്പുറത്തുള്ള. അപ്പോൾ അവൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ 3 പേര് വീൽചെയറിലുള്ള ആൾക്കാർ കളിക്കാൻ പോകുന്നത്. അതെ, അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തന്നത് സംഘടനകളൊക്കെ. ഫേസ് എന്ന് പറഞ്ഞ ഒരു സംഘടന പരപ്പനങ്ങാടി ഉണ്ട്. അതെ, ഫേസ് എന്ന് പറഞ്ഞ ഒരു സംഘടന പരപ്പനങ്ങാടി ഉണ്ട്. അവരായിട്ട് ഇപ്പോഴും ഞാൻ ബന്ധം നിലനിർത്തി ചെയ്തു തന്നു, പോകാനും വരാനൊക്കെ ഉള്ള. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ചെന്നൈയിൽ പോയി കളിച്ചു. അന്ന് ശരിക്കും നമുക്ക് 3-ാം സ്ഥാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സ്പോർട്സ് രംഗത്ത് ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു. അതെ, സ്പോർട്സ്. പിന്നെ നമ്മൾ പോകുന്നത് ഹൈദരാബാദിലായിരുന്നു പിറ്റത്തെ കളി. ഇതിനൊക്കെ കൂടെ വരാനോ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും അവർ ഇത് സ്വീകരിക്കുക? കാരണം അന്ന് ആദ്യം ഈ കളിക്ക് ഒരു കേരളത്തിലുള്ള വീൽചെയറുള്ള സ്പോർട്സ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ട്രെയിനിങ് നടത്തി. അവർക്ക് ആരൊക്കെ ഇതിന് ഒരു മൂവ്മെന്റിൽ എത്ര പേര് എടുക്കാൻ പറ്റും എന്നുള്ളൊരു ക്യാമ്പ് നടത്തി. അതിൽ 10-100ഓളം വീൽചെയറുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 6 പേരെ തിരഞ്ഞെടുത്തിൽ ഒന്ന് ഞാനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ടീം സെറ്റായത്. ഞങ്ങൾ പോകുന്നതും കളിക്കുന്നത്. ആളുകൾ ശ്രദ്ധിക്കുന്ന ഈ ബാച്ചിലും ഗ്രൂപ്പിലും ഒക്കെ നമ്മൾ ഇൻവോൾവ് ആയി. അതെ, കാരണം പിന്നെ നമ്മൾ ശ്രദ്ധേയനായി. അപ്പോൾ പിന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും സ്പോർട്സിൻ്റെ ഈ ഭാഗത്തുനിന്നോ നമുക്ക് എന്തെങ്കിലും സഹായങ്ങളോ ആനുകൂല്യങ്ങളോ ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഒരു സഹായം കിട്ടിയില്ല. പിന്നെ എനിക്ക് കിട്ടിയത് എൻ്റെ നാട്ടുകാരുടെ അടുത്ത് നിന്ന്, കൂട്ടുകാരുടെ അടുത്ത് നിന്ന്. ഞാൻ ഈ ഒരു സ്പോർട്സ് വീൽ ചെയർ വേണമെന്ന് പറഞ്ഞപ്പം എന്താ പറയുക, നമ്മുടെ ഇക്ബാൽ പറഞ്ഞു അത് നമുക്ക് ശരിയാക്കാം. ഓൻ അവൻ്റെ സ്പോൺസറോടോ എന്തോ പറഞ്ഞിട്ടാണ് ഓനത് ശരിയാക്കി തന്നത്. അതിന് ശേഷം കഴിഞ്ഞ വർഷം ഞാൻ ബാസ്കറ്റ് ബോൾ ചണ്ഡീഗഡിലായിരുന്നു വെച്ചത്. അവിടത്തേക്ക് ട്രെയിനിൽ 2 ദിവസം മേലെ ഇരിക്കണം. 2 ദിവസം മേലെ ഇരിക്കണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഈ ഇക്ബാലിനോട് പറഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത്. തിരിച്ചു വരുന്ന കാര്യം ഞാൻ നമ്മളെ നാസർ ഖാനോടൊക്കെ പറഞ്ഞപ്പോൾ പി വി നിസാറിനോടൊക്കെ അവരൊക്കെ ഇതിൻ്റെ നമ്മുടെ കോച്ച് നമുക്ക് മറ്റേ പ്രാക്ടീസൊക്കെ തരുന്നത് എറണാകുളത്ത് രാജഗിരി കോളേജിൽ അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. അവിടുത്തെ ഫാദർ മാത്യു കരിയന്തൻ എന്ന് പറഞ്ഞാൽ അച്ഛനാണ് നമുക്ക് എല്ലാ പ്രാക്ടീസും തരുന്നത് വീൽചെയർ ബാസ്കറ്റ് ബോളിൻ്റെ. അപ്പോൾ അദ്ദേഹം തന്ന കത്തൊക്കെ ഞാൻ നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പുകളിലൊക്കെ അയച്ചപ്പം ഈ 2 പേരാണ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തന്നതും ഞാൻ പോയി വന്നത്. സാംസ്കാരിക രംഗത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും സഹായിക്കുന്നു 2 വ്യക്തിത്വങ്ങളാണ്. അതെ. അപ്പോൾ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒരു സ്പോർട്സ് താരമായി മാറി അല്ലേ? പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടാനും. പിന്നെ ഈ ഇടക്കാലത്ത് ഒരു കവിത എഴുതുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ വേദനയിൽ നിന്ന് വന്നതാണ് അല്ല. അത് മുമ്പ് ഞാൻ എൻ്റെ അവസ്ഥ ഒരു എഴുതിയപ്പോൾ ഒരു പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച് വന്നിരുന്നു. അന്നൊരു 250 ഉറുപ്പിക എനിക്ക് കിട്ടി. അപ്പോൾ അതിന് ശേഷം എൻ്റെ വായിക്കും ഇതാക്കുന്നു. പിന്നെ TV യിലായിപ്പോൾ അതൊക്കെ എഴുതൊക്കെ നിന്ന്. ഈ 10 മാസം ഞാൻ ഈ ചികിത്സക്ക് പോയപ്പോൾ ഈ മലപ്പുറത്തുള്ള ഒരു നമ്മളെപ്പോലത്തെ ഒരു കൂട്ടായ്മ എല്ലാം കുറച്ച് പേര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ എഴുത്തുകൂട്ടം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ എല്ലാവരും അതിലൊരു 10-20ഓളം പേരുണ്ട്.
അപ്പോൾ അതിൽ ഓരോ ആഴ്ച ഓരോ വിഷയം തരും. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതണം. അപ്പോൾ ഞാൻ പഞ്ചാബിൽ കിടക്കുന്ന ആൾ നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ ചികിത്സക്ക് പഞ്ചാബിൽ കിടക്കുമ്പോഴാണ് ഈ ഇങ്ങനൊരു ഗ്രൂപ്പ് കണ്ടപ്പോൾ ഞാൻ വെറുതെ അതിൽ നിന്ന് ലിങ്ക് വഴി കയറി നോക്കിയത്. അപ്പോൾ വിഷയങ്ങൾ തന്നു, മനസ്സിൽ തോന്നുന്നത് എഴുതണം. നമ്മുടെ എന്താ പറയുക, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടെങ്കിലും നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിലും നിങ്ങളൊന്ന് എഴുതി തുടങ്ങണം. അത് കവിത ആയാലും കഥയായാലും നിങ്ങളതായാലും വേറെ ആരുതായാലും ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ ഒരു എഴുത്തുകാരായിട്ട് ഇതാക്കണം എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഞാനൊന്ന് കിടക്കല്ലേ, ചിലപ്പോൾ ഞാനിപ്പോൾ ഈ അസുഖം നിങ്ങൾ കിടന്നില്ലെങ്കിൽ ഞാനത് നിൽക്കില്ല, നമുക്ക് ചിലപ്പോൾ നേരം ഉണ്ടായിരുന്നു വരില്ല. പക്ഷേ ഈ 10 മാസം കിടന്നപ്പോൾ എന്താ പറയുക, ഓരോ ആഴ്ചയിൽ ഓരോ വിഷയം തരുമ്പോൾ ആ ഗ്രൂപ്പിൽ ചെന്നിട്ട് എഴുതാനൊരു ഇൻട്രസ്റ്റ് തോന്നി. അതിലൊന്നാണ് യാത്ര എന്ന് പറയുന്നത്. അതിലൊന്നാണ് യാത്ര എന്ന് പറഞ്ഞ കവിത. അതെ, അത് ലീഗിൻ്റെ മലപ്പുറത്ത് ഒരു സംഘടന ഉണ്ട്, DAPL. അപ്പോൾ അവർ ഒരു 2 ആഴ്ചയിൽ കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ഗ്രീൻ വീൽസ് എന്ന് പറഞ്ഞ ഒരു പത്രം. അപ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാവാം. അപ്പോൾ അതിൽ ഈ വീൽ ചെയറിലും വൈകല്യമുള്ള ഒരാൾക്കാരുടെ ഓരോരുത്തരുടെ കഴിവുകളും ഒക്കെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് 2 ആഴ്ചയിൽ ഒരിക്കലും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രാവശ്യം എൻ്റെ കാര്യങ്ങളും പ്രസിദ്ധീകരിച്ച് വന്നു. ഒരു 17 വർഷമായിപ്പോൾ എന്താ പറയുക, മാനസികമായി വളരെ ഉല്ലാസവനാണെങ്കിലും ശാരീരികമായ കുറച്ച് പ്രയാസങ്ങളൊക്കെ അല്ലാഹുവിന്റെ വിധി എന്ന് മനസ്സിലാക്കി നമുക്ക് അതിനെ തരണം ചെയ്ത് പോകുന്നു. കാരണം നമ്മളിപ്പോ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അതെ, അത് ഒരു വലിയ കാര്യമാണ്. അത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് പറയാനോ പഠിക്കാനോ ജീവിക്കാനോ ഒന്നും കഴിയില്ലായിരുന്നു. അപ്പോൾ അത് തന്നെ നമുക്കൊരു അൽഹംദുലില്ലാ എന്ന് പറയാം. ഇതിലും ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹം അള്ളാഹുവിൻ്റെ അടുത്ത് ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഹൈർ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹൈറായിരിക്കും അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. കാരണം റിയാസിനെ പോലത്തെ ഒരാൾ എന്ന് പറഞ്ഞാൽ ഓടിച്ചാടി കളിക്കേണ്ട ഒരാളായിരുന്നു അല്ലേ. ഈ കടപ്പുറത്തുള്ള ക്രിക്കറ്റ് കളിയിലും എല്ലാ കാര്യത്തിലും ഇതെല്ലാ നല്ലതും സാമൂഹ്യ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും റിയാസ് എന്ന് പറയുന്നത് റിയാസുണ്ട് ഇപ്പോഴും പല സംഘടനകളിലും പല കാര്യത്തിലൊക്കെ റിയാസിൻ്റെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ നല്ലൊരു രീതിയിൽ ശാരീരികമായിട്ട് റിയാസിന് പങ്കെടുക്കാമായിരുന്നു. ആ വകയിൽ എന്തെങ്കിലും ഒരു നിരാശയോ പ്രയാസമോ മനസ്സിന് തോന്നുന്നുണ്ടോ? ഒരു മേഖലയിലേക്കും ഇല്ല, എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇപ്പൊ അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെ നമ്മൾ തൃപ്തരാണ്. തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ, വീൽ ചെയറിൽ സംസാരിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിൽ ആദ്യം എനിക്ക് ആക്സിഡൻ്റ് ആയ സമയത്ത് എനിക്ക് ആകെ 1 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റില്ല. 1 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, ഒരു 1.5 കൊല്ലത്തോളം. അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ശരീരം നെഞ്ചിന് കീപ്പോട്ട് തൊട്ടാലറിയില്ലെങ്കിലും ആ ഉള്ളിൽ ഇറച്ചിയും തോലും എപ്പോഴും പോഞ്ഞുകൊണ്ടിരിക്കും. ഓർമ്മ വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായ അനുഭവമാണ് അത്. അന്ന് മുതൽ 17 വർഷമായിട്ട് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അത് ആരോട് പറഞ്ഞാലും ഫലിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ പോച്ചിൽ അന്ന് സഹിക്കാൻ പറ്റാത്തായിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനായിട്ടൊന്ന് പൊരുത്തപ്പെട്ടത്, ആ വേദനയോട് പൊരുത്തപ്പെട്ടത്. അതെ, ഇവിടെ നുള്ളിയാലും മുറിച്ചാലൊന്നും പൊള്ളിയാലൊന്നും അറിയില്ല. പക്ഷെ ആ എല്ലും ഇറച്ചിയും കിടന്നിട്ട് അങ്ങനെ പുകയുന്നുണ്ട്. അത് എപ്പോഴും പുകയുന്നുണ്ട്. അതൊരു എന്താ പറയുക, നമ്മളൊരു കൂടപ്പുറപ്പും ശീലമായിപ്പോയി. അതെ, പൊരുത്തപ്പെട്ട്. അപ്പോൾ റിയാസിന് ജീവിതത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ റിയാസ് പഠിച്ചു. തീർച്ചയായിട്ടും അല്ലേ? അതായത് സാഹചര്യങ്ങളെ അതിജീവിച്ച് നമ്മൾ തളർന്നു പോവാതെ നമ്മൾ മുന്നോട്ട് നീങ്ങി അല്ലേ? അത് റിയാസിന്റെ എന്താ പറയുക, അള്ളാഹു തന്ന ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. തീർച്ചയായിട്ടും അല്ലേ? റിയാസിന് മനസ്സിൽ മുഴുവൻ നിരാശയായി കഴിഞ്ഞാൽ റിയാസിന് ഒന്നും പറ്റില്ല. എന്നെ പുറത്തറിയില്ല. ഒരു ശ്വാസം മാത്രമുള്ള ഒരു അനക്കം മാത്രമുള്ള ഒരാളായി മാത്രമേ ജീവിക്കൂ അല്ലേ? റിയാസിന് ഇങ്ങനെ പുറത്തു പോകാനോ ഈ വണ്ടി കൊണ്ട് എത്ര കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടാവും? ഞാനൊരു റൈഡും കൂടി ചെയ്യുന്ന ആളാണ്. അതെ. എവിടെയൊക്കെയാണ് പോയത്? ഞാൻ ഗോവയില് വണ്ടിയിൽ പോയിട്ടുണ്ട്. അതെ. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഇന്ത്യ മുഴുവൻ ചുറ്റി കറങ്ങണം. അതെ, അങ്ങനെ ഒരു ആഗ്രഹം കൂടി ബാക്കിയുണ്ട്.
വണ്ടിയിൽ വെച്ച് അതെ അല്ലേ? വണ്ടി അതെ അതെ കാശ്മീർ മുതൽ പോയി വരണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ ഇതിനൊക്കെ റിയാസിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെ അള്ളാഹു തന്നൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. തീർച്ചയായിട്ടും അല്ലേ? അല്ലെങ്കിൽ വെറും ഒരു സാധാരണക്കാരനായ കോടിക്കൽ ജനിച്ചു വളർന്ന റിയാസായി മാത്രമേ മാറും. അത്രേ ഉള്ളൂ. അല്ലേ? അത് നമ്മളൊരു അനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കണം. തീർച്ചയായും. അല്ലെങ്കിൽ റിയാസിന് ആരും ശ്രദ്ധിക്കപ്പെടില്ല. ഇവിടുന്ന് ബഹ്റൈനിൽ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും നാടൻ പണിയെടുത്ത് ജീവിക്കും സാധാരണക്കാരനായ റിയാസ്. അത്രേ ഉള്ളൂ. അല്ലേ? റിയാസ് ഇപ്പൊ ഒരു ശ്രദ്ധേയനായത് ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. തീർച്ചയായിട്ടും മാറി ചിന്തിച്ചതാണ്. അതെ, മാറി ചിന്തിച്ചത് തന്നെ എന്ന് തന്നെ പറയാം. മാറി ചിന്തിച്ചത് തീർച്ചയായിട്ടും. അപ്പൊ അത് റിയാസിന് ഒരു കണക്കിന് അള്ളാഹു ചിലപ്പോൾ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ തന്നത് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇപ്പം വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ല. മാനസികമായി സംതൃപ്തമായ ജീവിതം. തീർച്ചയായിട്ടും കുടുംബജീവിതവും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഓക്കെയാണ്. അതെ. അകലക്കിനാവിന്റെ ഉമ്മറത്തെന്നമ്മ അരികെ വായെന്നോതി വാടി വിളിക്കവേ